വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സുസ്മിതയുടെ വീട്ടിൽ ചന്ദ്രബോസും ഉപേന്ദ്രനും സുസ്മിതയും ഒക്കെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുകയാണ്. ആ ഒരു ലേലത്തിൻ്റെ കാര്യമാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന ലേലത്തിലെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങളെല്ലാം ഒരുങ്ങി കഴിഞ്ഞു. ഇനി ശങ്കുലി മുഴങ്ങേണ്ട ആവശ്യമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഉപേന്ദ്രൻ ഇങ്ങനെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ യുദ്ധം നയിക്കേണ്ട പടനായകൻ എവിടെ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, അവൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ മറയി വരാറുണ്ട്, ചിലപ്പോൾ സ്നേഹമൂല്യങ്ങളൊക്കെ തിരിച്ചറിയാറുണ്ട് എന്നൊക്കെ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാട്ടം ഉണ്ടാവാറെന്ന് വെച്ചാൽ കുട്ടി വരുമ്പോൾ അങ്ങനെയൊക്കെ സ്നേഹം തോന്നാറുണ്ടല്ലോ രോഹിത്തിന്. അതൊക്കെ ഇങ്ങനെ സുസ്മിത പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, അതൊരു ചാഞ്ചാട്ടം, ഒരു മറവി നല്ലത് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ഒരുക്കുന്ന ഒരു യുദ്ധകളത്തിൽ ഭീഷ്മർ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ജയിച്ചതുപോലെ നമുക്ക് മുൻനിർത്താനുള്ള ഒരു ഏജൻറ്റ് മാത്രമാണ് അവൻ. അവസാനം എല്ലാം അങ്ങോട്ട് കഴിയുമ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള വെറും ഒരു ഏജൻറ്റ്, അതവൻ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് പറയുകയാണ്, കൊലക്കുറ്റത്തിന് മാസ്റ്റർ എഴുതും പോലെയാണ് ഞാൻ നാളത്തെ ലേലത്തിനുള്ള ചാർട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആരൊക്കെ ലേലത്തിന് വരുന്നു, പങ്കെടുക്കുന്നു, വിളിക്കേണ്ട രീതികൾ എല്ലാം നമ്മുടെ കണക്കനുസരിച്ച് മാത്രമേ പോവുകയുള്ളൂ. അങ്ങനെയുള്ളവരെ മാത്രമേ അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. അല്ലാതെ വരുന്നവരെ ഒതുക്കാനായിട്ട് അഞ്ചരക്കണ്ടത്തിൽ നിന്ന് ആളിനെയും ഇറക്കിയിട്ടുണ്ട്. പിന്നെ പുറത്തു നിന്നുള്ള വിളികൾ അത് നമ്മുടെ പുതിയ ADMൻ്റെ അതിനനുസരിച്ചേ പോകത്തുള്ളൂ, അല്ലാതെ ആരും അതിനകത്തേക്ക് കടക്കില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരമാണ് ഈ സമയത്ത് എന്ന് വെച്ചാൽ ആ നടക്കുന്ന ലേലത്തിൽ ഇവർ തന്നെ പിടിക്കും എന്നുള്ള രീതി തന്നെയാണ്. പക്ഷേ രോഹിത്തിൻ്റെ ആ പേര് മാത്രമേ അവരോട് പറയുന്നുള്ളൂ, രോഹിത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ അത് രോഹിത്തിന് മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് എവിടെന്നോ പുറത്തുനിന്ന് പോയ രോഹിത്ത് തിരിച്ചു വരുന്നുണ്ട്. രോഹിത്ത് പറയുകയാണ്, അന്നേരം മദ്യവെച്ചിട്ടൊന്നുമില്ല രോഹിത്ത് പറയുന്നുണ്ട്. അതിന് മുന്നേ ഈ ചന്ദ്രബോസ് പറയുന്നുണ്ട്, വിഷ്ണുവും ശാലിനിയും സത്യഭാമയും ഒക്കെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുകയാണല്ലോ, അപ്പോൾ അവരാരും വരില്ല, വേറെ ഉള്ളവരാരെയും അകത്തേക്ക് കടക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞതനുസരിച്ച് ലേലം നടക്കൂ എന്ന് തന്നെയാണ് അവർ ഇതുവരെയും ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രോഹിത്ത് അങ്ങോട്ട് വരുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, വിഷ്ണു അവനാണെങ്കിൽ ആ വീട് സ്വന്തമാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവും എന്ന് പറയുമ്പോൾ സുസ്മിത ചോദിക്കുന്നുണ്ട്, അതിനുള്ള പാങ്ങുണ്ടോ, എന്ത് കുറയാണ് അവൻ്റെ കയ്യിലുള്ളത്, ഉണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ അന്യാധീനപ്പെട്ട് പോകില്ലായിരുന്നല്ലോ. നാളെ നടക്കാൻ പോകുന്ന ലേലത്തിൽ ആ വീട് സ്വന്തമാകും, അവിടുത്തെ രാജാവാകാൻ പോകുന്ന നീ തന്നെയാണ്, നമ്മളെല്ലാം കൂടി നിനക്ക് തരുന്ന സ്നേഹ സമ്മാനം തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഉപേന്ദ്രനും പറയുന്നുണ്ട്, ഇതിൽ പരം ഭാഗ്യം ആർക്ക് കിട്ടും, ഇവിടെ നിന്ന് പിറന്നവന് സ്വന്തമായിട്ടൊരു കൊട്ടാരവും അവിടെ കിടക്കാനായിട്ട് സ്വർണ്ണക്കട്ടിലും സ്വർണ്ണപരവതാനിയും ഒക്കെ, ഇതിൽ കൂടുതൽ ഭാഗ്യം നിനക്കല്ലാതെ വേറെ ആർക്ക് കിട്ടും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ഈ ചന്ദ്രബോസ് ആണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒരു പെഗ് ഒഴിച്ചിട്ട് ഈ സുസ്മിതയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്, രോഹിത്തിന് കൊടുക്കാനായിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത അത് രോഹിത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നിന്നെ ഒന്നുമില്ലാത്തവനിൽ നിന്നും നിന്നെ വലിയവനാക്കുമെന്ന് പറഞ്ഞത് വെറും വാക്കല്ല എന്നുള്ളത് നാളെ നിനക്ക് തന്നെ ബോധ്യമാകും, നാളെ വീട് ലേലത്തിൽ നിനക്ക് തന്നെ സ്വന്തമാക്കും എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തിനങ്ങ് ആവേശം കൂടി നിൽക്കുകയാണ്. രോഹിത്ത് അതങ്ങ് വാങ്ങി കഴിക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത്ത് അവിടേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് രോഹിത് സത്യാമ്മയുടെ വീട് നാളെ നടക്കുന്ന ലേലത്തിൽ എന്ത് വില കൊടുത്തും നമ്മൾ തന്നെ സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാത്തിനും കൂടെ നിന്ന ഈ പാവം മലേഷ്യക്കാരനെ ഇത് കിട്ടുമ്പോഴത്തേക്കും കൊണ്ട് മറക്കാൻ പാടില്ല, പണം പിന്നെ വഴി തെളിച്ചവനെ പണം വീണ്ടും വീണ്ടും വരുന്ന അവസരങ്ങളിൽ ചേർത്ത് പിടിക്കുക തന്നെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസും പറയുന്നുണ്ട്, സത്യഭാമയ്ക്ക് നേരെ ആദ്യത്തെ അണുബോംബുമായിട്ട് വന്നത് താനല്ലേ, ഒരു പഴയ പ്രണയകഥയുടെ പേരിലാണെങ്കിലും അത് വെച്ച് തന്നെയാണല്ലോ നമ്മളിങ്ങനെ ഒത്തുകൂടി. അതുകൊണ്ട് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും പുക കാണുന്നവരെയുള്ള കാര്യങ്ങളിൽ താൻ എന്തായാലും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ അത് മതി അത് തന്നെ ധാരാളം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരവും ചന്ദ്രബോസ് വീണ്ടും ഒരു ഗ്ലാസ് ഇതൊഴിച്ച് സുസ്മിതയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ വീണ്ടും സുസ്മിത രോഹിത്തിന് കൊടുക്കുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞ്, അതായത് സത്യഭാമയൊക്കെ തന്നെ ചതിച്ച ആ ഒരു കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം ഇങ്ങ് കൊടുക്കുമ്പോൾ രോഹിത് അത് പെട്ടെന്ന് വാങ്ങിച്ചങ്ങ് കഴിക്കുകയാണ്. അതിനുശേഷം രോഹിത് വീണ്ടും തനിയെ ഒഴിച്ചങ്ങോട്ട് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ചന്ദ്രബോസ് സുസ്മിതയും ഒക്കെ ഇങ്ങനെ കഴുകൻ്റെ കണ്ണുകളെ പോലെ രോഹിത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഉപേന്ദ്രനൊക്കെ രോഹിത്ത് ആകെ ഒരു ആവേശം നീക്കുകയാണ്, നിങ്ങൾ തരുന്ന ഈ സ്നേഹ സമ്മാനം ഞാൻ വാങ്ങുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അത് വീണ്ടും വീണ്ടും ഒഴിച്ചു കുടിക്കുകയാണ്. പക്ഷേ അവിടെ രോഹിത്ത് മനസ്സിലാക്കുന്നില്ല, അവിടെ വെറും ഒരു തന്നെ ഒരു ആയുധമാക്കി മാറ്റുകയാണ് എന്നുള്ളത് രോഹിത്തിനെ അവിടെ മനസ്സിലാക്കാനായിട്ട് ആ ഒരു മദ്യത്തിൻ്റേത് കൊണ്ട് തിരിച്ചറിയുന്നില്ല. പക്ഷേ കാര്യം കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും കുരുക്ക് വന്നതും രോഹിത്ത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ആ ഒരു പ്ലാനിൽ തന്നെയാണ് സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും ഒക്കെ നിൽക്കുന്നത്.
ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ഉമ്മറത്താ പടിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും വിഷ്ണു ആണെങ്കിൽ ബൈക്കിൽ 2 കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. പപ്പിയുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അതനുസരിച്ച് വിഷ്ണു സ്കൂളിൽ പോയിട്ട് തിരികെ ഈ കുട്ടികളെയും കൊണ്ടുവരികയാണ്. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാഗൊക്കെ വിഷ്ണു ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ മുഖത്തൊരു സന്തോഷമില്ല. ബൈക്കിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അന്നേരം എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്, ഇങ്ങോട്ട് വന്നേന്ന് വിളിക്കുമ്പോൾ 2 പേരും കൂടി ചെല്ലുന്നുണ്ട്. അന്നേരം ടീച്ചർ എന്ത് പറഞ്ഞു, നന്നായിട്ട് കുടഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ 2 പേരുടെയും മുഖഭാവം കണ്ടിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകപ്പാട് ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ വിഷ്ണു അത് പുറത്ത് കാണിക്കുന്നില്ല. തുടർന്നാണെങ്കിൽ ടീച്ചർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, പഠിക്കണം എന്ന് പറഞ്ഞു എന്ന്. അന്നേരം അത് പിന്നെ പറയുമല്ലോ എന്ന്. അന്നേരം ഹോംവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു അച്ഛനെ വഴക്ക് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, പിന്നെ വിഷ്ണു അച്ഛനെ മാറ്റി നിർത്തി, ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് വിഷ്ണു അച്ഛനോട് മാത്രമായിട്ട് എന്തോ പറഞ്ഞു, അതെന്താണെന്ന് ഞങ്ങളൊന്നും കേട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള പരാതിയായിരിക്കും, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീരാൻ കഴിയുന്നതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിഷ്ണുവിൻ്റെ തുളസി തറയിൽ ഇങ്ങനെ കൈയൊക്കെ കുത്തി വിഷ്ണുവിനാകപ്പാടെ ചിരിയൊക്കെയാണ് വരുന്നത്. പക്ഷേ വിഷ്ണു ഗൗരവഭാവത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ടീച്ചർ പറഞ്ഞത്, ഇവരെക്കുറിച്ച് പരാതിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല, പിന്നെ ഹോംവർക്കൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം ഇവർ ഹോംവർക്ക് ചെയ്യില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ശാലിനി പറയുന്നുണ്ട്. പിന്നെ വീട്ടിൽ പഠിക്കാൻ മോശമാണെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ വീട്ടിൽ വരുമ്പോൾ 2 പേരെയും നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ശാലിനിക്കും ചിരി വരുന്നുണ്ട്, വിഷ്ണുവിനും ചിരി വരുന്നുണ്ട്. പക്ഷേ അവരത് പുറത്ത് കാണിക്കുന്നില്ല. ഈ കുട്ടികൾ ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തങ്ങളെക്കുറിച്ച് എന്തോ കാര്യമായിട്ടുള്ള പരാതി പറഞ്ഞു എന്നാണ് ഈ കുട്ടികൾ വിചാരിച്ച് വച്ചിരിക്കുന്നത്. അന്നേരമാണെങ്കിൽ ശാലിനി പിന്നെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പതിയെ ഇങ്ങനെ പറയുകയാണ്, ഇതുവരെ എന്തായാലും വേണ്ടപ്പെട്ടവർ തന്നെ ചെന്ന് ചാടിയല്ലോ എല്ലാ കാര്യങ്ങളും കേൾക്കാനായിട്ട്. ഇതുവരെ എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു ഒറ്റയ്ക്ക് ഡീൽ ചെയ്തുകൊണ്ട് ഇരുന്നത്. ഇനിയിപ്പോൾ ആൾ കൂടെ ഉണ്ടല്ലോ, പക്ഷേ ഇതിനൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കണം, എപ്പോഴും അമ്മയുടെ കൂടെ മാത്രം നിന്നാൽ പോരാ എന്നിങ്ങനെ പരിഭവം പോലെ ശാലിനി പറയുകയാണ്. അപ്പോൾ പതിയെ വിഷ്ണു ഇതിലേക്ക് മാത്രം പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് അകപ്പാട് ചിരി വരുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം ശാലിനി ഒരു പിണക്കമെന്ന പോലെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുമ്പോൾ വിഷ്ണു അങ്ങ് ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ശാരദാമ്മ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട്, അതെ എല്ലാവർക്കും ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാകാം കാര്യം പറച്ചിലും വിശേഷം പറച്ചിലും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ശാലിനി നിന്ന് കണ്ണെടുക്കുകയാണ്. എന്നിട്ട് എങ്കിൽ പിന്നെ ചായ കുടിച്ച് കളയാം അല്ലേ മക്കളെ, എന്താ മക്കളെ ചോദിക്കുമ്പോൾ പിന്നല്ലാതെ എന്നിങ്ങനെ 2 പേരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അന്നേരം എന്നാൽ കയറിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയുടെ കൂടെ ഈ കുട്ടികളങ്ങ് കയറി പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അങ്ങ് കയറാൻ തുടങ്ങുമ്പോൾ ശാലിനി ഇങ്ങനെ പുറകെ മടിച്ച് നിൽക്കുകയാണ്. അന്നേരം എന്താ വരുന്നില്ലേ, എങ്കിൽ വാ എന്ന് വിളിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ തോളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ശാലിനിയും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ചായ കുടിക്കാനിരിക്കുന്നുണ്ട്. ശാലിനി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വിഷ്ണുവും കുട്ടികളും കൂടിയാണ് ഇരിക്കുന്നത്. ശാരദാമ്മ ചായയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. തുടർന്നാണെങ്കിൽ ശാലിനി വീണ്ടും പറയുന്നുണ്ട്, അപ്പോൾ 2 പേരും ഇനി കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യണം കേട്ടല്ലോ, ഇനി ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കരുത്, ഇങ്ങനെ വിളിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ, അതിങ്ങനെ എപ്പോഴും പറയണോ എന്നിങ്ങനെ സത്യം ഇങ്ങനെ ചോദിക്കുകയാണ്. ഇങ്ങനെ അച്ചപ്പോണവരെല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് പെട്ടെന്ന് പപ്പി ചോദിക്കുന്നുണ്ട്, വിഷ്ണു അച്ഛൻ എത്ര വരെ പഠിച്ചു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വെച്ചാൽ ഒരു അച്ചപ്പം ഇങ്ങനെ 2ആയിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോവുകയാണ്. അന്നേരം ശാലിനിക്ക് പെട്ടെന്ന് ചിരി വരുന്നുണ്ട്, ശാരദാമ്മയ്ക്കും ചിരി വരികയാണ്. ശാലിനി മുകളിലോട്ടൊക്കെ നോക്കി ചുമച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. എന്നാണെങ്കിൽ മക്കളിത് കഴിച്ചേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുമ്പോൾ മക്കളിത് കഴിച്ചതെന്ന് പറഞ്ഞ് 2 പേർക്കുമായിട്ട് അത് ഒടിഞ്ഞത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കുറേ പഠിച്ചു എന്ന് പറയുകയാണ്. അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ ചെറുതായിട്ട് നുള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ശാരദാമ്മ അങ്ങ് പോവുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ ശാലിനി പറയുകയാണ്, അതെ നിങ്ങളുടെ വിഷ്ണു അച്ഛൻ പഠിക്കാൻ പോയതേ ഗുണ്ടായിസമാണ്, ഗുണ്ടായിസം കാണിക്കാൻ പോയിട്ട് 100ൽ 100 മാർക്കാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആണോ ശരിക്കും എന്നിങ്ങനെ പപ്പി ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വിഷ്ണു അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. വിഷ്ണു പറയുന്നുണ്ട്, അതെ അങ്ങനെ എന്നെ കളിയാക്കിയെന്നും വേണ്ട, ഞാൻ വിചാരിച്ചാലേ ഇത് ഇപ്പോൾ തന്നെ 10 ഞാൻ ഇപ്പം തന്നെ എഴുതിയെടുക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്താ ബെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ്, സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശാലിനിയോട്. അന്നേരം സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഞാൻ വിചാരിച്ചാൽ നടക്കും എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. എങ്കിൽ ബെറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ശാലിനി ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്. അന്നേരം വിഷ്ണു ചെറുതായിട്ട് അങ്ങോട്ട് തപ്പുകയാണ്. എന്നാലും ശാലിനി ഇങ്ങനെ കൈ നീട്ടുമ്പോൾ ആ ബെറ്റ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൈ കൊടുക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം മുഴുവൻ ഞങ്ങൾ ചെയ്തു തരാം എന്നിങ്ങനെ ഈ കുട്ടി വിഷ്ണു അച്ഛനപ്പോൾ ഞങ്ങളോടൊപ്പം പിന്നെ പഠിക്കുകയും ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആകും അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ കുട്ടികളെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ശാലിനി
ശാലിനി പറയുന്നുണ്ട് ക്ലാസ്മേറ്റ് ആയാലും കുഴപ്പമില്ല, കൂടെ പരീക്ഷ എഴുതാതിരുന്നാൽ മതിയെന്ന്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ശാലിനിയെ. ഒരു കോമഡി രൂപത്തിലാണ് അത് മൊത്തം കാണിക്കുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട് അല്ല, കുട്ടികൾ 10-ലെത്താനായിട്ട് ഇനി ഒരുപാട് വർഷമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷമാണ് ഇങ്ങനെ ബെറ്റ് പറഞ്ഞ് ഇങ്ങനെ വാക്കൊക്കെ കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഈ കുട്ടികൾ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടാവുന്ന സഹായത്തൊക്കെ ഞങ്ങൾ ചെയ്തോളാം, കട്ടയ്ക്ക് അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് അയ്യോ അത് വേണ്ടേ, നിങ്ങളെ കൊണ്ടുള്ള സഹായം എന്താ ഇപ്പം ഞാൻ ടീച്ചറിൻ്റെ വായിൽ നിന്ന് കേട്ടതേ ഉള്ളൂ, ആരുടെ സഹായം എനിക്ക് വേണ്ട, എനിക്ക് ഈ കളക്ടർ അമ്മയുടെ പിന്നെ സഹായം മതി എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ടത്തേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് മുതൽ പിന്നെ ഈ കളക്ടർ അമ്മയുടെ അനുസരണയുള്ള കുട്ടിയായിരിക്കും ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് മുന്നേ ശാലിനി പറയുന്നുണ്ട് എങ്കിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ട്യൂഷൻ ഫീസ് വെളിയിലൊന്നും കൊടുക്കണ്ട, ഞാൻ തന്നെ പഠിപ്പിച്ചോളാം, സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വന്നാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷമാണ് പറയുന്നത് ഈ കളക്ടർ അമ്മയുടെ അനുസരണയുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കും ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അതൊന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണുവേട്ടൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന്. അന്നേരം അതേടോ അങ്ങനെ ഒരു മോഹം എൻ്റെ മനസ്സിലുണ്ട്, ശ്രമിച്ചാൽ പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അത് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് കുട്ടികളും സന്തോഷമാവുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അതൊന്നുമല്ല, നമ്മുടെ വീട് അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ എന്ന് പറയുമ്പോൾ ശാരദാമ്മയും പിന്നീട് അവിടത്തേക്ക് വരുന്നുണ്ട്. അത് മുതൽ ശാരദാമ്മയും കേട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടി മക്കളോടൊപ്പം അവിടെ താമസിക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്, എന്ത് വില കൊടുത്തും ആ വീട് സ്വന്തമാക്കിയാലേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ്. അത് കൊണ്ടാണ് ഓവർലോഡ് ഡ്യൂട്ടിയൊക്കെ ചോദിച്ച് വാങ്ങുന്ന, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ എന്നാൽ ഞാൻ നിൽക്കുന്നില്ല പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ചായ എടുത്ത് കുടിക്കുമ്പോൾ ഇന്ന് പിന്നെ ഓട്ടം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഉണ്ട്, രാത്രിയാണ്, ലോഡും കൊണ്ട് പോകേണ്ടതാണ്, പിന്നെ കമലിനുള്ളത് കൊണ്ട് ഉറക്കമൊന്നും വരില്ല, അവൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അവൻ സംസാരം നിർത്തണമെങ്കിൽ വായിൽ സ്റ്റിക്കർ ഒട്ടിക്കണം എന്നിങ്ങനെ പറയണം, അമ്മാതിരി തള്ളാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ സത്യം പറയുന്നുണ്ട്. അത് കമലിനങ്ങൾ കുട്ടികൾ ചിരിക്കുമ്പോൾ തമാശ പറഞ്ഞതല്ല, അമ്മാതിരി തള്ളാണെന്ന് ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം കമലിനങ്ങൾ സംസാരം നിർത്തണമെങ്കിൽ വായിൽ പഴന്തുണി കുത്തിക്കയറ്റണം എന്നിങ്ങനെ സത്യം പറയുമ്പോൾ പറയണം കൊള്ളാം, അച്ഛൻ്റെ മോള് തന്നെ എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ വിഷ്ണു പറയുന്നത് ഈ വീട് സ്വന്തമാക്കണം, ഒരുമിച്ച് നമുക്ക് താമസിക്കണം, അതിൻ്റെ സ്വപ്നമാണ് എന്നുള്ളതൊക്കെ. തുടർന്നും പക്ഷേ ശാലിനിക്ക് അകപ്പാടെ ഇങ്ങോട്ട് വിഷമം വരികയാണ്. ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ രാത്രിയാണ്, പിന്നെ സൂക്ഷിക്കണം, നമ്മൾ മാത്രമേ ഉള്ളൂ, ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഉറങ്ങണം, അത് കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ശാലിനിയുടെ മനസ്സിലെ ആവലാതി വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളാം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനിയെ സമാധാനിപ്പിക്കുകയാണ്, കൈയൊക്കെ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട്. എന്നിട്ടാണ് ഈ വീട് സ്വന്തമാക്കണം, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, നമ്മുടെ വീട് നമുക്ക് തന്നെ സ്വന്തമാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓട്ടം ഓടുന്നത് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശാലിനി എല്ലാവരും കൂടി ഇങ്ങനെ ശാരദാമ്മ എല്ലാവരും ഇങ്ങനെ കേട്ട് നിൽക്കുന്നു. ഇതേ സമയം അവിടെ ശാരദാമ്മ കുടുംബശ്രീ ഹോട്ടലിൽ പഴംപൊരിയും വടയും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കിലാണ്. ഓർഡർ കൊടുക്കേണ്ടതും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, അവരുടെ കച്ചവടത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അന്നേരം നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് ഇപ്പോൾ ആരും കൊടുക്കുന്നില്ല എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം വേറെ ആരും ഉണ്ടാക്കുന്ന എണ്ണയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ശാന്ത സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് പിന്നെ പിള്ളയാണെങ്കിൽ അവിടത്തേക്ക് വരുന്നത്. അന്നേരം ശാരദാമ്മയെന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ആ പിള്ളച്ചേട്ടനെ ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടേക്ക് വന്നത് ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി തന്നെയാണ്, പിന്നെ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അന്നേരം ഞാൻ കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു, അവിടെ വന്ന് വിശേഷങ്ങൾ തിരക്കാനായിട്ട് പറ്റില്ലല്ലോ, അവിടത്തെ ഒരു തവണ വന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സത്യമ്മ വന്നാൽ ഞങ്ങളെ കാണുന്നത് എന്തോ അവരുടെ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ആനന്ദം കണ്ടെത്തുന്നവരെ പോലെയാണ് ഞങ്ങളെ കാണുന്നത്, ശത്രുക്കളോട് പോലും എനിക്കങ്ങനെ തോന്നില്ല എന്ന് പിന്നെയാണോ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് എന്നിങ്ങനെയൊക്കെ ശാരദാമ്മ സംസാരിക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ്, പിള്ള പറയുന്നുണ്ട് ശാരദാമ്മയ്ക്ക് പണി അറിയാം, അതുകൊണ്ട് തന്നെയാണ് ശാരദാമ്മയെ തുടങ്ങിയിട്ട് രക്ഷപ്പെട്ടത്, പക്ഷേ അവർ എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണെങ്കിൽ ഇപ്പോഴും ആ പഴയ പ്രതാപവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ നിന്നാൽ അവർ രക്ഷപ്പെടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. സത്യഭാമയുടെ ആ ഒരു കടുംപിടുത്തത്തെക്കുറിച്ചൊക്കെ പിള്ളയാണെങ്കിൽ ശാരദാമ്മയോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് ചൂട് പഴംപൊരി വേണമെന്ന് ചോദിക്കുകയാണ്. ശാന്ത അതുണ്ടാക്കുന്ന വെപ്രാളത്തിലാണ് എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ അതിൻ്റെ ഏർപ്പാട് നടക്കുന്നുണ്ടോ, ഒരെണ്ണം എടുക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ഒരു പ്ലേറ്റിൽ ഇലക്കകത്ത് കുറച്ച് കൊണ്ടുവയ്ക്കുന്നുണ്ട് ശാരദാമ്മ. എനിക്ക് ഇത്രയൊന്നും വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം അപ്പളച്ചേട്ടൻ ആവശ്യമുള്ള എടുത്താൽ എന്ന് പറയുമ്പോൾ പിള്ള അതിൽ നിന്ന് എടുത്ത് ചായയും ഈ പഴംപൊരിയും കൂടി കഴിക്കുന്നുണ്ട്. അന്നേരമാണ് പറയുന്നത് ശാരദാമ്മ ഇത് തുടങ്ങിയിട്ട് രക്ഷപ്പെട്ടത്
പിന്നെ ശാരദാമ്മയ്ക്ക് പണി അറിയാവുന്നത് കൊണ്ടാണ്. അന്നേരം ഞാൻ 10 ഊണിൽ തുടങ്ങിയതാണ് ഈ കച്ചവടം, അറിയാവുന്നവരിൽ നിന്നൊക്കെ അന്ന് കടം വാങ്ങിച്ചിട്ട് തന്നെയാണ് എല്ലാമൊക്കെ ചെയ്തത്. പിന്നീട് കറക്റ്റ് സമയത്ത് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതേപോലെ സത്യാമ്മയും നിന്നാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. പക്ഷേ പണമായിട്ട് സഹായിക്കാമെന്ന് കരുതിയാൽ ഇവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ അവർ നേരെ ഇഞ്ഞു കൊണ്ടുതരും. അല്ലാതെ സഹായിക്കാൻ ചെന്നാൽ അവർ സ്വീകരിക്കത്തുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ പിള്ള പറയുകയാണ്, സത്യാമ്മയുടെ കൂടെ പണി അറിയാവുന്ന ശാന്തയെപ്പോലുള്ള ആരെങ്കിലും വേണം, അല്ലാതെ അവർക്ക് കൈപ്പുണ്യം അങ്ങനെയൊന്നുമില്ല. അത് പക്ഷേ അവിടെ രക്ഷപ്പെടാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഉണ്ട്. എത്രത്തോളം അത് സക്സസ് ആവും എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാനൊന്നങ്ങോട്ട് പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. സത്യഭാമ രക്ഷപ്പെടാനുള്ള ആ ഒരു വഴി. അന്നേരം എന്താ പിള്ള ചേട്ടാന്ന് ചോദിക്കുമ്പോൾ ആ ഒരു എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നുണ്ട്. പിള്ള എന്താണ് പറയുന്നതെന്ന് കാണിക്കുന്നില്ല. എന്തായാലും ശാരദാമ്മയുടെ ഒരു സഹായം തന്നെ ആയിരിക്കും അവിടെ നടക്കുന്നത്, ഡയറക്റ്റായിട്ടല്ലാതെ ഇൻഡയറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു സഹായം. അങ്ങനെ സത്യഭാമയെ രക്ഷപ്പെടുത്താനാവും. ഇത്രയുമാണ് വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത എപ്പിസോഡിലായിരിക്കണം, അടുത്ത എപ്പിസോഡിലോ ലേല വിളികളൊക്കെയാണ് മിക്കവാറും. ശാലിനി തന്നെ ആയിരിക്കും ലേലത്തിൽ സത്യഭാമയ്ക്ക് ആ വീട് വീണ്ടെടുക്കുന്നത്. പക്ഷേ അവിടെയും സത്യഭാമ അംഗീകരിക്കില്ല. സത്യഭാമ കരുതുന്നത് വീണ്ടും ഭാമയോടുള്ള ആ ഒരു വാശിപ്പുറത്താണ് ശാലിനി അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആയിരിക്കാം. എന്തായാലും അത് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.